വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം മോശയോട്, ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടുകൂടി ഫറവോയോട്, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറയാൻ നിർദ്ദേശിച്ചു. രാജാവ് അനുവദിക്കുന്നില്ലെങ്കിൽ കാണിക്കാനായി 3 അത്ഭുതങ്ങൾ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. അതിലൊന്ന്, അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നതും, മറ്റൊന്ന് കൈ മാറിടത്തിൽ വെച്ച് തിരിച്ചെടുക്കുമ്പോൾ കുഷ്ഠമുള്ളതുപോലെ കാണുന്നതും, മൂന്നാമത്തേത് നദിയിൽ നിന്നെടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറുന്നതുമാണ്. സംസാരിക്കുമ്പോൾ വിക്കുണ്ടായിരുന്ന മോശ തന്നോടൊപ്പം തൻ്റെ സഹോദരൻ അഹ്റോനെ കൂടി കൊണ്ടുപോകാൻ അനുവാദം ചോദിക്കുന്നു. മോശ കർത്താവ് കൊടുത്ത വടിയും കയ്യിലെടുത്ത് കുടുംബസമേതം ഈജിപ്തിലേക്ക് തിരിക്കുന്നു. പുറപ്പാട് 4-ാം അധ്യായം 24-ാം തിരുവചനം ഒരു അപ്രതീക്ഷിത സംഭവത്തെ വിവരിക്കുന്നു. യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി. എന്തിനാണ് കർത്താവ് മോശയെ വധിക്കാനൊരുങ്ങുന്നത്? ഇതിൻ്റെ വിവരണം ഉൽപ്പത്തി 17-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ കാണുന്നു. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷന് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. മോശ പരിച്ഛേദനം ചെയ്തവനായിരുന്നെങ്കിലും മോശയുടെ പുത്രനെ മാതാപിതാക്കൾ പരിച്ഛേദനം ചെയ്തിരുന്നില്ല. ഈ ഉടമ്പടി ലംഘനത്തെ അവർ അപ്പോൾ തന്നെ തിരുത്തുന്നു. ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തഭർത്താവാകുന്നു. പുറപ്പാട് 4:25. അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തല കുനിച്ച് അവിടുത്തെ ആരാധിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.